സോ അതിനുശേഷം എന്താ പറയുക, ഇവിടെ ചെറിയൊരു ബബിൾ കാര്യങ്ങളൊക്കെ എഡ്ജസിൽ വരാൻ തുടങ്ങി. എല്ലായിടത്തും അല്ല, രണ്ട് സ്ഥലത്തായിട്ട് ബബിൾസ് വരാൻ തുടങ്ങി. ഹായ്, അപ്പം ഞാനിപ്പോൾ ഇന്നുള്ളത് ഒരു ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിലാണ്. വർത്തൂർ കൊടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, വൈറ്റ് ഫീൽഡ് റോഡിൽ വർത്തൂർ കൊടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേര് റോഡ് ടെയിൽസ് എന്നാണ്. സോ ഞാൻ വന്നത് എന്തിനാ വെച്ചാൽ, ഞാൻ കുറച്ച് മാസം മുമ്പേ ഇവിടുന്ന് എൻ്റെ വണ്ടിക്ക് PPF ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം എന്താ പറയുക, ഇവിടെ ചെറിയൊരു ബബിൾ കാര്യങ്ങളൊക്കെ എഡ്ജസിൽ വരാൻ തുടങ്ങി. എല്ലായിടത്തും അല്ല, രണ്ട് സ്ഥലത്തായിട്ട് ബബിൾസ് വരാൻ തുടങ്ങി. സോ ഞാൻ സംസാരിച്ചു, വേറെ പ്രശ്നമൊന്നുമില്ല. അത് അവർ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ബബിൾസ് വരും എന്നാണ്. വാഷ് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ ചാൻസ് ഇല്ല. അത് കഴിയട്ടെ എനിക്കറിയില്ല. സോ ഈ വെയിലൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ ബബിൾസ് വരും എന്നാണ് പറഞ്ഞത്. സോ ഞാൻ പൊതുവേ ഇവിടെയുള്ള വണ്ടികൾക്ക് ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സോ പക്ഷേ എന്നിരുന്നാലും ഇനിയിപ്പോൾ അതൊരു എന്താ പറയുക, ഒട്ടിച്ചേൻ്റെ പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും, ഒട്ടിച്ചേൻ്റെ പ്രശ്നമാണെങ്കിലും അല്ലെങ്കിലും എന്താ പറയുക, നമുക്ക് 7 years ഓഫ് വാറൻറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്ത് തരും, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരും നമുക്ക്. സോ ഇപ്രാവശ്യം കറക്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇനിയും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്ത് തരുമെന്നാണ് നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിപ്പോൾ അതിന് വേണ്ടി വന്നേർക്കാണ്. എന്തായാലും നോക്കി നോക്കാം എന്താണ് എന്താ പറയുക ചെയ്യാന്നുള്ളത്. സോ ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരു വണ്ടി PPF ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാബ്ലർ 400 സാധനം കിടക്കുന്നുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവർ ഇവിടുന്ന് ചെയ്ത് തന്നെയാണ് തോന്നുന്നു. ഇവിടെ ഓൾറെഡി എന്താ പറയുക, ഒരു ഇൻ്റർസെപ്റ്റർ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ള് കഴുകി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ആൾ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഷോപ്പ് കാണാൻ ഭയങ്കര റെട്രോ ലുക്കാണ് കേട്ടോ. ഇത് നോക്കിയേ, ഇവിടെ ഇഷ്ടംമാതിരി ഈ ഷോപ്പ് ഒബ്വിയസ്ലി ഒരു എന്താ പറയുക, ബൈക്ക് എന്തൂസിയസിൻ്റെ റൈഡ് എന്തൂസിയസിൻ്റെ ഒരു എന്താ പറയുക ഷോപ്പാണ്. സോ ഒബ്വിയസ്ലി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ആളുടെ വൈഫ് അത് എന്താ പറയുക ഇതേപോലെ തന്നെയാണ്. ആൾ ഭയങ്കര ഒരു എന്താ പറയുക റൈഡും ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഷോപ്പാണിത്. സോ ഇതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഷോപ്പിൻ്റെ ഭയങ്കരമായിട്ട്, ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. സോ ഭയങ്കര നൈസാണ് ഈ ഷോപ്പ് കാണാനും ഇതൊക്കെ. ഈ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക, നമ്മളെ വൈറ്റ് ഫീൽഡ് റോഡ് വർത്തൂർ ആണ് ഈ ഒരു ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ വാഷിംഗ് ആയാലും എന്തായാലും ഭയങ്കര എന്താ പറയുക വൃത്തിയോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ, നമ്മുടെ ഫ്രണ്ട് നവനീത് ഒക്കെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഇത്. കഴിഞ്ഞ വട്ടം നമ്മൾ വന്നപ്പോൾ സെയിം വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ട പൊടി നോക്കി, ബാംഗ്ലൂരത്തെ പൊടി മൊത്തം ഈ വണ്ടിയുടെ മുകളിലുണ്ട് തോന്നുന്നു. ഇതുതന്നെയാണ് എല്ലാ വണ്ടികളുടെയും പ്രശ്നം. എല്ലാ വണ്ടികളിലും ഈ സെയിം പൊടി കാണാൻ പറ്റും. ഇവിടുന്ന് വന്ന് കഴുകി ഞാനിപ്പോൾ കുറച്ചങ്ങോട്ട് എടുത്താൽ തന്നെ ഈ വണ്ടി ഇപ്പോൾ ഈ കാണുന്ന ബ്ലാക്ക് ഒന്നും ഉണ്ടാവില്ല, പിന്നെ മൊത്തം പൊടി കളറായിരിക്കും. ഈ കിടക്കണ മുതലാണ് കേട്ടോ വേഴ്സസ് ഇതിൻ്റെ ഓണർ സായിൻ്റെ വണ്ടിയാണ്. ഇത് നോക്കിയേ, മൊത്തം പൊടി പിടിച്ച് കിടക്കുകയാണ്. ബാംഗ്ലൂരാണ്, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം വണ്ടി എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് PPF. കാരണം നിങ്ങളുടെ വണ്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഹൈവേസിലും ഇതിലൊക്കെ പോകുമ്പോൾ ചെറിയ ഡസ്റ്റ്, കുഞ്ഞ് കല്ല് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാങ്കിൽ അല്ലെങ്കിൽ വണ്ടിയുടെ ടോട്ടൽ ബോഡിയിൽ പെട്ടെന്ന് എന്താ പറയുക കല മീൻസ് സ്ക്രാച്ച് വിടും. സോ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PPF ഒട്ടിക്കുന്നത്. സോ നിങ്ങളത് എന്തായാലും മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്ക് എന്തായാലും ഗുണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ബാംഗ്ലൂർ പോലുള്ള സിറ്റീസിൽ ഡസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. സോ നമ്മൾ ജസ്റ്റ് ഒരു വണ്ടിയുടെ മുകളിൽ ഡസ്റ്റ് അല്ലെങ്കിൽ ടാങ്കിൻ്റെ മുകളിൽ ഡസ്റ്റ് ആയിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് എടുത്താൽ തന്നെ ഇഷ്ടമാതിരി ഡസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മൾ ഒരു സ്വൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെയ്യുന്ന സമയത്ത്, തുണി വെച്ചിട്ടാണ് ശരി, കൈ വെച്ചിട്ടാണ് ശരി, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ കലകൾ വരെ മീൻസ് സ്ക്രാച്ചസ് വരെ വീഴുകയാണ്. സോ അങ്ങനെ ആയിക്കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞാലാണ് നമ്മൾ നോട്ടീസ് ചെയ്യുക. അപ്പോൾ വണ്ടിയുടെ ആ ഭംഗി പോവും, പിന്നെ റീപെയിൻറ്റിങ് അല്ലെങ്കിൽ പെയിൻറ്റ് കറക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ വണ്ടി വാങ്ങിയാൽ തന്നെ ഉടൻ ചെയ്യേണ്ട കാര്യമാണ് ഡു PPF
എത്ര കോസ്റ്റ് ആയാലും ഡു PPF. കാറൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയാൻ വേണ്ട, കാറൊക്കെ എങ്ങനെ പോയി കഴിഞ്ഞാലും ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. PPF കോസ്റ്റ്ലി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ PPF കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ എൻ്റെ വണ്ടീൻ്റെ ടാങ്ക് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അറൗണ്ട് 7,000 വന്നിട്ടുണ്ട്. അത് വ്യത്യാസം വരും. ചിലയിടത്ത് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 14,000 വരെയൊക്കെയാണ്. സോ ഷോപ്പ് ബൈ ഷോപ്പ് അത് വ്യത്യാസം വരും. ഇവിടെ ഞാൻ ചെയ്ത് കൊടുത്ത എന്തായാലും 7,000 റുപ്പീസേ ഉള്ളൂ. വണ്ടി മൊത്തത്തിൽ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 14,000 വീണ്ടും വരുന്നുണ്ട്. അതായത് അതിൻ്റെ മഡ് ഗാർഡ് അങ്ങനെയുള്ള ബാക്കി ഈ സൈഡിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എറൗണ്ട് അഗെയിൻ 7,000 വരുന്നുണ്ട്. സോ നിങ്ങളത് പക്ഷെ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ PPF കറക്ഷൻ ചെയ്ത് തീരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട്. അപ്പോഴാണ് അവർ വിളിച്ചത്. സോ നമ്മുടെ വണ്ടി ശരിയാക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം എങ്ങനെയാണെന്ന്. സോ ഈ ഭാഗത്ത് മറ്റേ എന്താ പറയുക ബബിളായിട്ട് നിന്നിരുന്ന സാധനം ജസ്റ്റ് റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. സോ ഇനിയും പ്രശ്നമുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. എന്താ പറയുക, ആ ഒരു ക്യാപ്പ് വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് ബബിൾ വന്നതാണ് ഈ പൊടിയൊക്കെ അടിച്ചതിന് ശേഷം. സോ ഇപ്പോൾ അവരത് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പിന്നെ ഒരു ചെറിയ മാർക്ക് പോലുള്ളൊരു ഇതുണ്ട്. നമുക്ക് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ചെറിയൊരു എന്താ പറയുക മാർക്ക് പോലെ ഉണ്ട്. അപ്പോൾ അത് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പോയില്ലെങ്കിൽ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ആ 7 ഇയേഴ്സിൻ്റെ പീരീഡിൽ എപ്പോഴായാലും എന്താ പറയുക കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടും. 7 ഇയേഴ്സിൻ്റെ എന്താ പറയുക വാറണ്ടി നമുക്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നാണ് വന്നിട്ടുള്ളത്. സോ ഇത് നോക്കിയിട്ട് നമുക്ക് ഉണ്ടാവുന്നുള്ളത് PPF മസ്റ്റാണ്. നിങ്ങളൊരു ബൈക്കോ അല്ലെങ്കിൽ കാറോ എന്തെങ്കിലും വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇതേമാതിരി ഭയങ്കര പൊടിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്കാണ് അത് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും PPF ചെയ്യണം. PPF അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബട്ട് PPF ആണ് ഒന്നുപോലെ സെറാമിക് കോട്ടിങ്ങിനെക്കാട്ടിലും നല്ലത്. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളതും അതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ PPF ചെയ്തത്. സോ ഇതേമാതിരി എന്താ പറയുക കുറച്ച് വർഷത്തെ വാറണ്ടിയും എപ്പോൾ വന്നാലും സർവീസ് എന്നുള്ള നിരക്കിലുള്ള കടകളിലാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോയി ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഇനിയൊരു വണ്ടി വാങ്ങുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി വണ്ടി വാങ്ങിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത വണ്ടികളാണെങ്കിൽ, വലിയ പ്രശ്നമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പെയിൻറ്റ് കറക്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് മുമ്പേ PPF ആദ്യം ചെയ്തിടാം. അതാണ് ഏറ്റവും നല്ലത്.